കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലുണ്ടായ കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 29ആയി ഉയർന്നു. 12,000-ലധികം വീടുകൾ കത്തിനശിച്ചുവെന്നും പ്രാദേശിക ഭരണകൂടം പുറത്തുവിട്ട കണക്കുകൾ. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. 13 പേരെ കാണാതായതിൽ റിപ്പോർട്ടുണ്ട്. പാലിസേഡ് ഭാഗത്തായി തീപിടുത്തം വടക്കുകിഴക്കൻ ഭാഗത്തേക്ക് വ്യാപിക്കുന്നതായും കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലാണെന്നുമാണ് റിപ്പോർട്ട്. വരും ദിവസങ്ങളിൽ സ്ഥിതിഗതി കൂടുതൽ വഷളായേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രദേശവാസികൾ മാറി താമസിക്കാനും അധികൃതർ നിർദ്ദേശം നൽകി. സ്കൂളുകൾ അടച്ചിടണമെന്നും വിനോദം, കായികം, മറ്റു പൊതുപരിപാടികൾ എന്നിവ റദ്ദാക്കണമെന്നും ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന അളവിലുള്ള പുക കാരണം സുരക്ഷിതമായ മേഖലയിലുള്ള ആളുകളോട് വീടുകളിൽ തന്നെ തുടരാൻ പൊതുജനാരോഗ്യം അതോറിറ്റി അഭ്യർത്ഥിച്ചു. 35,000-ലധികം വീടുകളിലും ഓഫീസ് കെട്ടിടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ആർച്ചർ, സൺസെറ്റ്, ലിഡിയ, വുഡി, ഒലീസാഡ് എന്നിവിടങ്ങളിലെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രദേശങ്ങൾ കവർച്ചയും മറ്റ് കുറ്റകൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈറ്റൺ, പാലിസോഡ് എന്നിവിടങ്ങളിൽ നിന്നായി 22 പേരെ അറസ്റ്റ് ചെയ്തു. കർഫ്യൂ ലംഘിച്ചതിന് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 400 നാഷണൽ ഗാർഡ്സ് അംഗങ്ങളെ മേഖലയ്ക്ക് ചുറ്റും വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നഗരത്തിലെ ദുരന്ത നിവാരണത്തിനുള്ള സജ്ജീകരണത്തെക്കുറിച്ചും സ്വതന്ത്ര അവലോകനം നടത്തുമെന്നും കാലിഫോർണിയൻ ഗവർണർ ഗാവിൻ ന്യൂസോ അറിയിച്ചു. തീപിടുത്തമുണ്ടായപ്പോൾ സാന്തായോനസ് റിസർവോയർ അറ്റകുറ്റപ്പണിക്കായി അടച്ചത് സംശയാസ്പദമാണെന്നും ഗവർണറുടെ ആരോപണം. തീപിടുത്തത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ജലവിതരണത്തിലുണ്ടായ ന്യൂനതകൾ ഖേദകരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഗവർണർ ഗാവി ന്യൂമോക്കാണ് ദുരന്തത്തിന് കാരണമെന്നും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ രാഷ്ട്രീയവാദങ്ങൾക്കും വഴിവെച്ചു. ഗവർണർ രാജിവെക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫെഡറൽ ദുരിതാശ്വാസ ഫണ്ട് തടഞ്ഞുവെക്കാൻ ട്രംപ് ശ്രമിക്കുന്നുവെന്ന കാലിഫോർണിയക്കാരുടെ ഭയം ന്യായമാണെന്ന് ന്യൂസോം പറഞ്ഞു. ദുരന്തമുണ്ടായി ഇത്ര ദിവസം പിന്നിട്ടിട്ടും നിയുക്ത പ്രസിഡന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ട്രംപ് തയ്യാറായില്ലെന്നും ഗവർണർ ആരോപിച്ചു. ലോസ് ആഞ്ചലസ് പസഫിക് പാലിസോഡ് മേഖലയിൽ ബുധനാഴ്ചയാണ് കാട്ടുതീ പടർന്നു പിടിച്ചത്. 10 ഏക്കറിലുണ്ടായ തീപിടുത്തം പിന്നീട് 3000 ഏക്കറിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. പ്രദേശത്ത് ശക്തമായ കാറ്റ് തീ ആളിപ്പടർന്നതിന് കാരണമായി. 1400-ലധികം അഗ്നിശമന സേനകളാണ് മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം $5,700 കോടി നാശനഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഹോളിവുഡിലെ നിരവധി താരങ്ങളുടെ വീടുകൾ അഗ്നിക്കിരയായെന്നും റിപ്പോർട്ടുകളുണ്ട്. തീപിടുത്തത്തെ വൻ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ജോ ബൈഡൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്നും ഭവന വായ്പ തിരിച്ചടയ്ക്കുന്നതിന് സാവകാശം നൽകുമെന്നും അറിയിച്ചു.